ആദ്യ രാത്രി ഭാഗം 3. അങ്ങനെ ഫൈസൽ നിഷാനയുടെ അടുത്തെത്തി. എന്തിനാടോ വിളിച്ചത്? താങ്ക്സ് ഫൈസൽ. എന്തിന്? അല്ല, ഇന്ന് രാവിലെ ക്ലാസ്സിൽ വെച്ച്. ഓ അതിനോ? താങ്ക്സ് ഒന്നും വേണ്ട. ഫൈസൽ, തനിക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? എന്ത്? അല്ല, എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. താനെന്താ അങ്ങനെ ചോദിച്ചത്? ഒന്നുമില്ല, തന്നെ കണ്ടാൽ അങ്ങനെ തോന്നും, അതുകൊണ്ട് ചോദിച്ചതാ. ഫൈസൽ നിഷാനയുടെ മുഖത്ത് നോക്കിയൊന്ന് ചെറുതായി പുഞ്ചിരിച്ചു. തനിക്ക് പ്രണയമുണ്ടോ? ഇല്ല. തനിക്കോ? ഉണ്ട്. എനിക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം തൊട്ടേ ഒരാളെ ഇഷ്ടമാണ്. നിഷാന അത് പറഞ്ഞതോടുകൂടി ഫൈസലിൻ്റെ മുഖത്തു നിന്ന് പുഞ്ചിരി മാറി ചെറിയൊരു നിരാശയായി. അയാൾക്ക് തന്നെ ഇഷ്ടമാണോ? അറിയില്ല. ഞാൻ എൻ്റെ ഇഷ്ടം ഇതുവരെ അയാളോട് പറഞ്ഞിട്ടില്ല. എന്തായാലും ഇന്ന് ഞാൻ അത് അയാളുടെ അടുത്ത് പറയും. താൻ ധൈര്യമായിട്ട് പറഞ്ഞോ. തന്നെ പോലെ ഇത്രയും മൊഞ്ചുള്ള പെണ്ണിനെ ആർക്കാ ഇഷ്ടപ്പെടാത്തേ? എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫൈസൽ, തനിക്ക് എന്നെ ഇഷ്ടമാണോ? എന്ത്? തനിക്കെന്നെ ഇഷ്ടമാണോന്ന്? ഞാനാ പറഞ്ഞ 10ാം ക്ലാസ്സുകാരൻ താനാണ്. ഫൈസലിൻ്റെ മുഖത്ത് നിന്ന് ആ നിരാശ മാറി പഴയതുപോലെ ഒരു ചെറു പുഞ്ചിരി മുഖത്ത് വിരിഞ്ഞു. ഫൈസലെ, താൻ എന്താ ആലോചിക്കുന്നത്? ഞാൻ ചോദിച്ചതിന് ഉത്തരവൊന്നും പറഞ്ഞില്ല. എനിക്ക് തന്നെ ഇഷ്ടമാണോ? ഒത്തിരി നാളായി തൻ്റെ അടുത്ത് പറയണം എന്ന് വിചാരിക്കുന്നു. പക്ഷെ താനെങ്ങാനും നോ പറഞ്ഞാലോ എന്ന് കരുതിയിട്ടാണ് പറയാതിരുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞാൽ താൻ അനുസരിക്കോ ഫൈസലേ? എന്താണ്? താൻ എന്തായാലും പറഞ്ഞോ, ഞാൻ അനുസരിക്കും. സത്യം? സത്യം. താൻ ഈ പെൺകുട്ടികളെ കാണുമ്പോഴുള്ള ഈ ചീത്ത സ്വഭാവം നിർത്തണം. എനിക്കത് ഒട്ടും ഇഷ്ടമല്ല. ഇന്നു മുതൽ ഞാൻ ആകെ മാറിയിരിക്കും. ഞാൻ നന്നായി. ഈ വാക്കിനെ എപ്പോഴെങ്കിലും തെറ്റിക്കോ? ഇല്ല. അത് മതി. അപ്പോൾ നന്നാവുന്നതിൻ്റെ ഭാഗമായിട്ട് സാറിൻ്റെ അടുത്ത് ചെന്ന് മാപ്പ് പറഞ്ഞേക്ക്. എടോ, അത് വേണോ? വേണം. ഒന്നല്ലെങ്കിലും നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകനല്ലേ, അവരെ ഒരിക്കലും വെറുപ്പിക്കരുത്. അവരുടെ ഇടയിൽ നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്. പക്ഷെ അവരെങ്ങനെയുള്ളവർ ആണെങ്കിലും നമ്മളവരെ ബഹുമാനിക്കണം. ഓക്കെ, താൻ പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഞാൻ ചെന്ന് മാപ്പ് പറയാം. എന്നാ ശരി, ഞാൻ പോട്ടെ. എവിടേക്ക്? ക്ലാസ്സിലേക്ക്. കുറച്ച് കഴിഞ്ഞിട്ട് പോകാം. അയ്യടാ. നിഷാന അതും പറഞ്ഞ് ക്ലാസ്സിലേക്ക് പോയി. ഫൈസൽ നേരെ അവിടുന്ന് അരുണിൻ്റെ അടുത്തേക്ക് പോയി. ഫൈസൽ അരുണിൻ്റെ അടുത്തെത്തി. ഡാ അരുണേ. ആ, നീയോ? നീ അവളെ കണ്ടോ? അവളാൾ കൊള്ളാല്ലേ. നമുക്കൊന്ന് മുട്ടി നോക്കിയാലോ? വേണ്ട. നിനക്കിതെന്ത് പറ്റി? ഒന്നും പറ്റിയില്ല, ഞാൻ എല്ലാം നിർത്തി. നീ നിർത്തിയെങ്കിൽ നിർത്തിക്കോ. ഞാനൊന്നും നിർത്തിയിട്ടില്ല. ഞാൻ ചെന്ന് മുട്ടി നോക്കട്ടെ. ഞാൻ മാത്രമല്ല, നീയും നിർത്തി. ഇനി നമ്മൾ അലമ്പൊന്നും കാണിക്കില്ല. നിനക്ക് എന്ത് പറ്റിയടാ ഇത്രയും പെട്ടെന്ന് മാറാൻ? അതോ? വേറൊന്നുമല്ല. നിഷാന എൻ്റെ അടുത്ത് വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അവൾ എൻ്റെ അടുത്തിന് അലമ്പൊന്നും കാണിക്കരുത്, നന്നാവണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് തോന്നി നീ ഇത്രയ്ക്കും പുണ്യാളനാവണമെങ്കിൽ അവൾ പറയണമെന്ന്. അതുപോട്ടെ, ഇന്ന് ഈ നിമിഷം മുതൽ നമ്മളിനി ഒരു അലമ്പിനും ഇല്ല. ഞാൻ എൻ്റെ നിഷാനയ്ക്ക് വാക്ക് കൊടുത്തു പോയി. എന്തെങ്കിലും ആവട്ടെ, നീ പറഞ്ഞതുകൊണ്ട് ഞാനും നന്നാവാം. എന്നാ വാ, നമുക്കൊരു ചെറിയ പണി കൂടിയുണ്ട്. എന്ത് പണി? അതെല്ലാം ഉണ്ട്, നീ വാ. നീ എന്താന്ന് കാര്യം പറ, എന്നിട്ട് ഞാൻ വരാം. ഡാ, സാറിൻ്റെ അടുത്ത് ചെന്ന് സോറി പറയാനാണ്. സോറിയോ? അതെ. രാവിലെ എന്നിട്ട് എന്തൊക്കെയായിരുന്നു? ഞാൻ സോറി പറയില്ല, പുള്ളീൻ്റെ ക്ലാസ്സിൽ കയറുന്നതിലും നല്ലത് അനില മിസ്സിൻ്റെ ക്ലാസ്സാണ്. അത് ചുമ്മാ ഒരു ജാടയ്ക്ക് പറഞ്ഞതാണ്. എന്നിട്ടിപ്പോൾ ആ ജാടയെല്ലാം പോയോ? പോയി. ഇത് നിഷാന പറഞ്ഞിട്ടല്ലേ ഈ സോറി പറയാൻ പോകുന്നത്? അതെ. നിനക്കെങ്ങനെ മനസ്സിലായി? ഡാ, നീ ഒരു കാര്യം തീരുമാനിച്ചാൽ മാറില്ല എന്ന് എനിക്കറിയാം. പിന്നെ അവൾക്ക് വേണ്ടി നീ മരിക്കാൻ വരെ തയ്യാറാണ്. നീ എടുത്ത തീരുമാനം മാറ്റണമെങ്കിൽ ഇത് അവൾ തന്നെ പറയണം. പക്ഷേ ഇതൊരു നല്ല ആണിന് ചേർന്ന ലക്ഷണം അല്ല. കുഴപ്പമില്ല. ഡാ, ഇതൊരുമാതിരി ആണും പെണ്ണും കെട്ട പരിപാടിയാണേ. കുഴപ്പമില്ല. ഒരു അധ്യാപകനെയും വെറുപ്പിക്കാൻ പാടില്ല, അയാൾ നല്ലവനായാലും മോശമായാലും. നിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. നീ വാ. ഇനി മാപ്പ് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് അവൾ പിണങ്ങി പോവണ്ട. അങ്ങനെ ഫൈസലും അരുണും ആ സാറിനെ അന്വേഷിച്ചു പോയി. ഡാ ഫൈസൽ, ഇതേ വരുന്നു പുള്ളി. ഞാൻ കണ്ടു, നീ വാ. ഞാൻ എന്തിനാ വരുന്നത്? ഞാനല്ലല്ലോ മാപ്പ് പറയുന്നത്, നീയല്ലേ? അതെ, എനിക്കൊരു ചെറിയ ഒരു ധൈര്യത്തിന്. എന്നാ വാ. സാർ. ആ സാറൊന്ന് നിന്നു. ഫൈസലും അരുണും ആ സാറിൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. എന്തിനാ വിളിച്ചത്? സാർ, രാവിലെ ബസ് സ്റ്റോപ്പിൽ വെച്ചുണ്ടായ പ്രശ്നത്തിനും പിന്നെ ഇന്ന് ക്ലാസ്സിൽ വെച്ചുണ്ടായ പ്രശ്നത്തിനും സോറി. സോറി ഒന്നും വേണ്ടടോ, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്.
തൻ്റെ അടുത്ത് ഞാൻ നേരത്തെ ഗ്രൗണ്ടിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞതാണല്ലോ മാപ്പൊന്നും പറയണ്ടെന്ന്. സാർ പറഞ്ഞതാണ്, പക്ഷെ ഒരു അധ്യാപകനല്ലേ, അധ്യാപകരെ ബഹുമാനിക്കണ്ടേ? അധ്യാപകനാണ്, അവരെ ബഹുമാനിക്കണം. പക്ഷേ ഇതിൽ എൻ്റെ ഭാഗത്തും ചെറിയ തെറ്റുണ്ട്. അതെല്ലാം പോട്ടെ സാറേ. സാറിൻ്റെ പേരെന്താ? സജാദ്. നിങ്ങളുടെയോ? എൻ്റെ പേര് ഫൈസൽ, ഇവൻ്റെ പേര് അരുൺ. ഇന്ന് രാവിലെ കണ്ട ആ കുട്ടിയുടെയോ? നിഷാന. ഓക്കെ, അപ്പോൾ നാളെ മുതൽ രണ്ടുപേരും ക്ലാസ്സിൽ കയറിക്കോ. ഓക്കെ സാറേ. പോവല്ലേ? എന്താ സാർ, നിനക്ക് നിഷാനെ ഇഷ്ടമാണോ? ഫൈസൽ ഒന്ന് ചിരിച്ചു. എന്താടോ, ഇഷ്ടമാണോ? അതെ സാർ. അങ്ങനെ അതും പറഞ്ഞ് ഫൈസലും അരുണും അവിടെ നിന്ന് പോയി. സജ്ജാദ് സാർ നിഷാനെ അന്വേഷിച്ചു പോയി.